കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ സിപിഎമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തി കടന്നാക്രമിച്ച സംഭവമായിരുന്നു RSS നേതാവായിരുന്ന കതിരൂർ മനോജിന്റെ കൊലപാതകം. ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിനു പിന്നിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന ആവശ്യം നിലനിൽക്കെ കതിരൂർ മനോജ് വധക്കേസ് സർക്കാർ സിപിഎമ്മിനെതിരെയുള്ള ആയുധമാക്കി. കേസ് CBIക്ക് വിടുകയും ചെയ്തു. കേസിന്റെ രണ്ടാം ഘട്ട അന്വേഷണത്തിലാണ് CPM ജില്ലാ സെക്രട്ടറി P. ജയരാജനെ CBI ചോദ്യം ചെയ്തത്. ജയരാജൻ വധക്കേസിലെ പ്രതിയായിരുന്ന മനോജിനെ രാഷ്ട്രീയ വൈരാഗ്യം മൂലം കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും CBI കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു. തലശ്ശേരി സെഷൻസ് കോടതിയിലുള്ള കേസ് എറണാകുളത്തെ CBI കോടതിയിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. മനോജിന്റെ വധം ഒരു വർഷം പിന്നിടുമ്പോൾ സംഘർഷഭരിതമാണ് കണ്ണൂർ. മനോജിന്റെ വാർഷിക ദിനത്തിൽ അക്രമമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കതിരൂർ, പാനൂർ, തലശ്ശേരി മേഖലകളിൽ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. അഴീക്കോട്, കണ്ണൂർ മേഖലകളിൽ തുടരുന്ന സംഘർഷം ഇവിടേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് പോലീസ്. മീഡിയ 1 കണ്ണൂർ.